വി.ഡി. സതീശന് വിമാനം ചാർട്ട് ചെയ്ത് അദാനി ഗ്രൂപ്പ്. വോട്ടെണ്ണലിന് 2 ദിവസം മുൻപ് വി.ഡി. സതീശൻ മംഗലാപുരത്ത് പോയിരുന്നു. കൊച്ചിയിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് മംഗലാപുരത്ത് പോയത്. മൂകാംബിക ദർശനത്തിന് വേണ്ടിയിട്ടാണ് താൻ പോകുന്നതെന്ന് സതീശൻ വരുത്തി തീർക്കുകയും ചെയ്തു. എന്നാൽ ഈ സന്ദർശനത്തിന്റെ ദുരൂഹതകളാണ് ഇപ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് കിഷോർ ആൽവയുമായി മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച മംഗലാപുരത്ത് നടത്തിയെന്നുള്ള സുപ്രധാന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സതീശന് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വിമാനം ചാർട്ട് ചെയ്ത് കൊടുത്തത് അദാനി ഗ്രൂപ്പാണെന്നുള്ള വളരെ സുപ്രധാനമായ വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അദാനി ഗ്രൂപ്പുമായി വി.ഡി. സതീശൻ മംഗലാപുരത്ത് ആരുമറിയാതെ രഹസ്യമായി ചർച്ച നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സതീശൻ മാത്രമാണ്. കാരണം വി.ഡി. സതീശന്റെ ഒപ്പം അന്ന് യാത്ര ചെയ്തത് ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്ത കെ രജികുമാർ എന്ന് പറയുന്ന ആൾ മാത്രമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവും ഒരു കോൺഗ്രസ് പ്രവർത്തകനും സതീശനൊപ്പം ഈ രഹസ്യ യാത്രയിൽ ഉണ്ടായിരുന്നില്ല. എന്തുമാത്രമല്ല, മംഗലാപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചതാകട്ടെ NDAയുടെ ഘടകകക്ഷിയായ JDS നേതാവ് BM ഫാറൂഖാണ് അദ്ദേഹത്തെ മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി സൽക്കരിച്ചത്. ഫാറൂഖുമായി എന്താണ് സതീശന്റെ ബന്ധം? ഒപ്പം അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റായിട്ടുള്ള കിഷോർ ആൽവയുമായി എന്താണ് സതീശന്റെ ബന്ധം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ചോദ്യത്തിന് സതീശൻ ധാർമ്മികമായും രാഷ്ട്രീയമായും മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് മൂകാംബിക ദർശനം എന്നുള്ള ഒരു വ്യാജ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് മംഗലാപുരത്ത് പോയി ഇത്തരം ദുരൂഹ വ്യക്തിത്വങ്ങളെ കണ്ടത് എന്നുള്ളത് സതീശൻ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അദാനി ഗ്രൂപ്പിനെ പരസ്യമായി എതിർക്കുന്നവരാണ്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറയുന്ന അദാനി ഗ്രൂപ്പുമായി എന്തിനാണ് മംഗലാപുരത്ത് സതീശൻ ചർച്ച നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ചർച്ച? രാഹുൽ ഗാന്ധിയെ അടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലേ ആ ചർച്ച വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ളത് എന്ന ചോദ്യമാണ് ശേഷിക്കുന്നത്. ഹൈക്കമാൻഡിനെ പോലും നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെ ചവിട്ടി മെതിച്ചുകൊണ്ടല്ലേ സതീശൻ ആ ചർച്ച നടത്തിയത്? അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് വി.ഡി. സതീശൻ തന്നെയാണ്. എന്നു മാത്രമല്ല, ഇവിടെ 2 പ്രധാനപ്പെട്ട പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. ഒന്ന്, പൊതുപ്രവർത്തകനായ PS രാജേന്ദ്ര പ്രസാദ് സതീശന്റെ ഈ മംഗലാപുരം യാത്രയുടെ ചുരുളഴിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്തിനാണ് സതീശൻ രഹസ്യമായി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി ഇത്തരത്തിലുള്ള വ്യക്തികളെ കണ്ടത്? ആ ചർച്ചകളുടെ ഉദ്ദേശം എന്തായിരുന്നു? അതിനെക്കുറിച്ച് വിശദമായി പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് PS രാജേന്ദ്ര പ്രസാദ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. മറ്റൊരു പരാതി കർണാടക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെതാണ്. കർണാടക കോൺഗ്രസ് ഘടകം ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ നിലപാടുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അദാനി ഗ്രൂപ്പുമായി വി.ഡി. സതീശൻ ചർച്ച നടത്തിയിരിക്കുന്നു. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കർണാടക ഘടകം ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു യാത്രയുടെ വിശദാംശങ്ങൾ വി.ഡി. സതീശൻ കർണാടക കോൺഗ്രസ് ഘടകത്തെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ദുരൂഹമായ യാത്രയാണ്, ദുരൂഹമായ ചർച്ചയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യക്തികളുമായി വി.ഡി. സതീശൻ ചർച്ച ചെയ്തത്? ആ ചർച്ചയ്ക്ക് പിന്നിലെ ദുരൂഹത എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർണാടക കോൺഗ്രസ് ഘടകം ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത്. വി.ഡി. സതീശന് മേലുള്ള കുരുക്ക് മുറുകുകയാണ്. ഹൈക്കമാൻഡിന്റെ നിലപാടിനെ പോലും ധിക്കരിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പുമായി എന്തിന് ചർച്ച നടത്തിയെന്ന് വരും ദിവസങ്ങളിൽ സതീശൻ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.